ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് 18-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് നാം എത്തി നിൽക്കുന്നത്. ബാബിലോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ തകർച്ചയും അത് ഉളവാക്കുന്ന വേദനയും ദുഃഖവുമൊക്കെ നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടു. ഈ സാമ്രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഇവളുടെ തകർച്ചയിൽ, നാശത്തിൽ വിലപിക്കുന്നത്, അലമുറയിട്ട് കരയുന്നത്. എന്നാൽ ദൈവജനത്തോട് ഗ്രന്ഥകാരൻ പറയുന്നു, നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. ഈ ബാബിലോൺ എന്ന് പറയുന്ന ആ മഹാവേശ്യ, ആ സംവിധാനങ്ങൾ തകർന്നു വീഴുമ്പോൾ ദൈവജനം തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. തങ്ങൾക്ക് നൽകിയ ആ വാഗ്ദാനം, തിന്മയുടെ ശക്തികൾക്കെതിരെ ദൈവം തങ്ങളോട് കൂടെ നിൽക്കുമെന്നുള്ള ഈ വാഗ്ദാനം, അത് ഇവിടെ നിറവേറ്റപ്പെടുവാനായിട്ട് തുടങ്ങുന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവജനത്തോട് പറയുന്ന ആ ഭാഗത്തിലെ ആദ്യവാക്യം നമ്മൾ പഠന വിഷയമാക്കിയിരുന്നു. 20-ാമത്തെ വാക്യത്തിൽ, സ്വർഗമേ, വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകരെ, അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കുവിൻ. നിങ്ങൾക്ക് ദൈവം അവൾക്കെതിരെ വിധി നടത്തിക്കഴിഞ്ഞു. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട്, തൻ്റെ ജനത്തെ വിധിച്ച ആ സാമ്രാജ്യത്തെ ദൈവം വിധിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ആ ന്യായവിധി നടപ്പാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് തുടർന്നുള്ള വാക്യം നമുക്ക് വായിച്ച് അതിൻ്റെ അർത്ഥം എന്തെന്ന് കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കാം. 21-ാമത്തെ വാക്യം, 18-ാം അധ്യായം 21-ാമത്തെ വാക്യം. അനന്തരം ശക്തനായ ഒരു ദൂതൻ വലിയ തിരുകല്ല് പോലുള്ള ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, ബാബിലോൺ മഹാനഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും, ഇനിയൊരിക്കലും അവൾ കാണപ്പെടുകയില്ല. വലിയൊരു പാറക്കല്ല് കടലിലേക്ക് എറിയുന്നു. നമുക്കറിയാം, സമുദ്രത്തിൽ ആഴ്ന്നിറങ്ങുന്ന കല്ല് പിന്നെ ഒരിക്കലും മുകളിലേക്ക് ഉയർന്ന് വരികയില്ല. ഇത് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ഇതുപോലുള്ള ചില പ്രതീകാത്മകമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ശിക്ഷ അത് വിവരിക്കേണ്ട, അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അവർക്ക് കുറച്ചുകൂടി മനസ്സിലാക്കുവാനായിട്ട് പ്രതീകാത്മകമായിട്ടുള്ള ചില പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. വലിയ ഒരു തിരികല്ല് പോലെയുള്ള കല്ല്, നമുക്കറിയാം തിരികല്ല് പഴയ കാലങ്ങളിൽ ധാന്യം പൊടിക്കുന്ന ഒരു വലിയ ഒരു പാറക്കല്ലാണ്. അപ്പോൾ 2-3 അടിയൊക്കെ വലിപ്പമുള്ള ആ കല്ലിൽ ഒക്കെ വേറൊരു കല്ല് അത് കമ്പിൽ കെട്ടി പിന്നെ ഒരു കാളയെ കൊണ്ടോ ഒക്കെ അത് ചുറ്റിച്ചാണ് ധാന്യമൊക്കെ പൊടിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഈ വിവരിക്കുന്ന ഈ ചിത്രം, ഇത് ജെറമിയായുടെ ആ പുസ്തകത്തിൽ നിന്നും ഉള്ള ചില പ്രയോഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുവിശേഷങ്ങളിൽ മത്തായിയുടെയും മർക്കോസിൻ്റെയും ഒക്കെ സുവിശേഷങ്ങളിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 51-ാമത്തെ അധ്യായം 63-ാമത്തെ വാക്യം നമുക്കൊന്ന് എടുക്കാം. ജെറമിയ 51, 63, 64 വാക്യങ്ങൾ. 62 മുതൽ, ബാബിലോണിലെത്തുമ്പോൾ നീ ഇതെല്ലാം വായിച്ച ശേഷം കർത്താവ് മനുഷ്യനോ മൃഗമോ അവശേഷിക്കാതെ നിത്യശൂന്യരാകും വിധം ഈ ദേശത്തെ നശിപ്പിച്ച് കളയുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തല്ലോ എന്ന് പറയണം. വായിച്ചു കഴിയുമ്പോൾ പുസ്തകത്തോട് ചേർത്ത് കല്ല് കെട്ടി യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറയുക, ബാബിലോൺ ഇതുപോലെ മുങ്ങും,
ഇനി ഒരിക്കലും അത് പൊങ്ങി വരികയില്ല. അപ്പോൾ ആ ഒരു പ്രതീകം തന്നെയാണ് ഇവിടെയും അടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സുവിശേഷങ്ങളിലുമൊക്കെ കാണുന്നുണ്ട്, ഇതിന് സമാനമായിട്ടുള്ള പ്രയോഗം കാണുന്നുണ്ട്. മത്തായി 18-ാം അധ്യായം 6-ാമത്തെ വാക്യം. മത്തായി 18-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരുകല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. ഇവിടെ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങളൊക്കെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ബാബിലോൺ ഇതുപോലെ നശിപ്പിക്കപ്പെടും എന്ന്, യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിയപ്പെടും എന്ന് സേരയോട് കൽപ്പിച്ചുകൊണ്ട് ദൈവം പറയുന്നുണ്ട്. അപ്പോൾ തിന്മയുടെ അന്ത്യത്തിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള വിവരണമാണിത്. അപ്പോൾ തിന്മ അത് എന്നേക്കുമായിട്ട് നശിപ്പിക്കപ്പെടും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി അതുപോലെ തന്നെ ടയറിനെക്കുറിച്ചും സമാനമായിട്ടുള്ള പ്രവചനം നമ്മൾ കാണുന്നുണ്ട്. എസെക്കിയേൽ 26-ാമത്തെ അധ്യായത്തിൽ 12-21 വാക്യങ്ങളിൽ നമ്മൾ സമാനമായിട്ടുള്ള പ്രയോഗങ്ങൾ കാണുന്നു. അപ്പോൾ കടൽ വഴി വന്ന ആ സൗഭാഗ്യം കടലിൽ തന്നെ ആഴ്ന്നു പോകുന്നു, അപ്രത്യക്ഷമാകുന്നു എന്ന് നമ്മൾ കാണുന്നു. ഇനി ഇവിടെ ബാബിലോണിൻ്റെ നാശം ഇവിടെ പറഞ്ഞെങ്കിലും കല്ല് പോലെ എറിയപ്പെടും എന്നാണ് പറയുക. അത് വ്യാകരണപരമായി നോക്കുമ്പോൾ അത് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഉള്ള ആശയം ഇതായിരിക്കാം. ഇപ്പോൾ ബാബിലോണും അല്ലെങ്കിൽ അത് പ്രതിനിധാനം ചെയ്യുന്ന ആ തിന്മയുടെ സംവിധാനങ്ങളൊക്കെ വായനക്കാരെ, അനുവാചകരെ സംബന്ധിച്ചിടത്തോളം ഇന്നും തുടരുന്നതാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും ഭാവിയിൽ ഉന്മൂലനം ചെയ്യപ്പെടും എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ദൈവം ഇവിടെ തീർച്ചയായിട്ടും തൻ്റെ തിന്മയ്ക്കെതിരെ ഇടപെടും, ഈ തിന്മകളെല്ലാം ഉന്മൂലനം ചെയ്യും. ഇതാ ദൈവത്തിൻ്റെ ഇടപെടൽ ആരംഭിച്ചു കഴിഞ്ഞു, ഇനി അത് ഭാവിയിൽ അത് പൂർണ്ണമാകും എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത അധ്യായങ്ങളിൽ 21-22 അധ്യായങ്ങളിൽ പുതിയ ജെറുസലേമിനെ കുറിച്ച് പറയുമ്പോൾ ഈ തിന്മയെല്ലാം ഉന്മൂലനം ചെയ്യപ്പെട്ട് ആ പുതിയ ജെറുസലേം, പുതിയ ലോകം ഒക്കെ പ്രത്യക്ഷമാകുന്നത് അവിടെ വിവരിക്കപ്പെടുന്നുണ്ട്. ഇനി ഇവിടെ ജെറമ്യായുടെ പ്രവചനത്തിലുള്ള കല്ല് എന്നതിന് പകരം ഇവിടെ വലിയ ഒരു തിരുകല്ലിനെ കുറിച്ച് പറയുന്നത് അത് മിക്കവാറും സുവിശേഷവുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റ് അതുകൊണ്ടായിരിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലാണല്ലോ ഇത് കാണുന്നത്. അപ്പോൾ അതും ആ ഒരു സ്വാധീനം കൊണ്ടായിരിക്കാം ഇതിവിടെ എടുത്തിരിക്കുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ ഈ തിരുകല്ലിനെ കുറിച്ചൊക്കെ പറയുന്നത്, ചെറിയവന് ഒക്കെ ഉതപ്പ് വരുത്തതിനെ കുറിച്ചൊക്കെ പറയുന്നത് അത് സഭാംഗങ്ങളോടാണ് പറയുന്നത്, സഭയ്ക്കുള്ള സന്ദേശമാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഒരു ചെറിയ ഒരു ഭേദം വഴി, ഈ വാക്കിൽ വരുത്തുന്ന ചെറിയൊരു മാറ്റം വഴിയായിട്ട് ഇതിലെ സന്ദേശം സഭാംഗങ്ങൾക്കുള്ളതാണ്, അവർക്കുള്ള താക്കീതാണ് എന്നുകൂടി ഗ്രന്ഥകാരൻ അർത്ഥമാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള സന്ദേശം തീർച്ചയായിട്ടും ഇത് സഭാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളത് തന്നെയാണ്. ഇനി അടുത്ത വാക്യത്തിൽ 22-ാമത്തെ വാക്യത്തിൽ തുടർന്ന് പറയുന്നു 22, കിന്നരം മീട്ടുന്നവരുടെയും ഗായകരുടെയും കുഴലൂത്തുകാരുടെയും കാഹളം വിളിക്കുന്നവരുടെയും ശബ്ദം ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കുകയില്ല. കരകൗശല വിദഗ്ധരാരും നിന്നിൽ ഇനിമേൽ കാണപ്പെടുകയില്ല. തിരുകല്ലിൻ്റെ സ്വരം നിന്നിൽ നിന്ന് ഇനി കേൾക്കപ്പെടുകയുമില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, കിന്നരം മീട്ടുന്നവർ, കിന്നരം മീട്ടുക അത് പലപ്പോഴും അത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. യഹൂദരുടെ പ്രാർത്ഥനകളിലൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ വിനോദത്തിനായിട്ടും അവരുടെ മറ്റ് ആഘോഷ പരിപാടികളിലുമൊക്കെ കിന്നരം ഒക്കെ വായിച്ചിരുന്നു എന്നാണ് പറയപ്പെടുക. ഇനി കുഴലൂത്തുകാരെക്കുറിച്ച് പറയുന്നത് അത് മിക്കവാറും ഇതുപോലെ ആഘോഷങ്ങൾ, വിവാഹ ആഘോഷങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകളിലും ഈ കുഴൽ ഒക്കെ ഊതിയിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. പിന്നെ കാഹളം മുഴക്കുന്നത്
അതും പല അവസരങ്ങളിൽ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ ധ്വനിപ്പിക്കുന്നു. പലപ്പോഴും അത് യുദ്ധത്തിന് പോകുമ്പോഴാണ്, അപകടം വരുമ്പോഴാകാം, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് സമയമായെന്ന് അറിയിക്കാനും ഒക്കെ ആയിരിക്കാം. ഇപ്പോൾ ഇനി അവരുടെ കിന്നരം വീട്ടുന്നവരും ഗായകരുടെയും കുഴലൂത്തുകാരുടെയും കാഹളം വിളിക്കുന്നവരുടെയൊക്കെ ശബ്ദം ഇനിമേൽ കേൾക്കുകയില്ല എന്ന് പറയുമ്പോൾ എല്ലാം തകർന്നടിഞ്ഞു, ഇനി ഒരു ആഘോഷവുമില്ല എന്നാണ് ഇവിടെ അർത്ഥമാക്കുക. തുടർന്ന് പറയുന്നു, കരകൗശല വിദഗ്ധരാരും നിന്നിൽ ഇനിമേൽ കാണപ്പെടുകയില്ല. കരകൗശല വിദഗ്ധർ, അപ്പോൾ കരകൗശല വിദഗ്ധരെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് സമൂഹത്തിലുള്ള ജോലിക്കാരൊക്കെയാണ്. അപ്പോൾ കരകൗശല വിദഗ്ധർ ഇനി ഇവിടെ കാണുകയില്ല എന്ന് പറയുമ്പോൾ ഇനി അവിടെ ആ സാധാരണ ജനജീവിതം ഒക്കെ ഇല്ലാതായി എന്ന് തന്നെ അർത്ഥമാക്കുന്നു. തിരികല്ലിൻ്റെ സ്വരം കേൾക്കപ്പെടുകയില്ലെന്ന് പറയുമ്പോൾ തിരികല്ല് എവിടെയാണ്? അത് വീടിനകത്താണ്, ധാന്യങ്ങളൊക്കെ പിടിക്കുവാനായിട്ട്. അപ്പോൾ ഇത് വീടിനകത്തുള്ള ജോലിയെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുക. അപ്പോൾ കരകൗശലക്കാരെക്കുറിച്ചും തിരികല്ലിനെക്കുറിച്ച് പറയുമ്പോഴും അർത്ഥമാക്കുന്നത് വീടിന് പുറത്തും അകത്തും ഒക്കെ ഒരു ആൾപ്പെരുമാറ്റമൊന്നുമില്ല എന്നർത്ഥമാക്കുന്നു. എങ്ങും ശ്മശാന മൂകതയാണ്. അപ്പോൾ വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ബാബിലോണിൻ്റെ നാശമെന്ന് പറയുന്നത് ആ സാധാരണ ജീവിതം അത് അന്യമായിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നു. ഇനി ഇവിടെ കരകൗശല വിദഗ്ധരെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേറെ ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ പറയുവാനായിട്ട് സാധിക്കും. സ്മിർണയിലെ സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മിക്കവാറും അവരുടെ ആ ദാരിദ്ര്യം അന്ന് ആ സമൂഹത്തിൽ ഈ ക്രൈസ്തവർ അവർ ദേവതകളെ ആരാധിക്കാത്തത് കാരണം അവരുടെ സാധാരണ ജീവിതത്തിൽ നിന്ന്, സമൂഹ ജീവിതത്തിൽ നിന്ന് അവർ ഒറ്റപ്പെടുത്തപ്പെട്ടത് കൊണ്ടായിരിക്കും. അതായത് അവർക്ക് ജോലിയൊന്നും കൊടുത്തിരുന്നില്ല. അപ്പോൾ അതിന് ശിക്ഷയെന്നോണം ഇപ്പോൾ ഈ സമൂഹത്തിൽ കരകൗശല വിദഗ്ധരാരും ഇല്ല. അപ്പോൾ അന്ന് തൊഴിൽ സംഘങ്ങളിൽ നിന്ന് അവർ ക്രിസ്ത്യാനികളെ പുറത്താക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ആ തൊഴിൽ സംഘങ്ങൾ തന്നെ ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ ദൈവജനത്തെ പീഡിപ്പിച്ചതിന് ഈ ബാബിലോണിന്, ഈ സാമ്രാജ്യത്തിന്, ഈ തിന്മയുടെ സംവിധാനങ്ങൾക്ക് ലഭിക്കുന്ന ന്യായമായിട്ടുള്ള ശിക്ഷയെക്കുറിച്ചാണ് ഇവിടെയെല്ലാം വിവരിക്കുന്നത്. അപ്പോൾ ഈ പഴയ സഭയുമായിട്ട് ബന്ധപ്പെടുത്തി ഓരോരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ഈ ന്യായവിധി അത് ന്യായയുക്തമാണ് എന്ന് ഇവിടെ ഗ്രന്ഥകാരൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി തുടർന്ന് പറയുന്നതും ഇതിന് സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. 23-ാമത്തെ വാക്യം, വിളക്കിൻ്റെ വെളിച്ചം ഇനി ഒരിക്കലും നിന്നിൽ തെളിയുകയില്ല, വധൂവരന്മാരുടെ സ്വരം ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കുകയുമില്ല. നിൻ്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു, നിൻ്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളും വഞ്ചിതരായി. പ്രവാചകന്മാരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലരുടെയും രക്തം അവളിൽ കാണപ്പെട്ടു. ഇപ്പോൾ ഇവിടെ വീണ്ടും ആ നഗരത്തിൻ്റെ ശോചനീയമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് വിവരിക്കപ്പെടുന്നത്. പിന്നെ എന്തുകൊണ്ട് ശിക്ഷ ലഭിച്ചു എന്നതിൻ്റെ കാരണങ്ങളാണ് ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്. അപ്പോൾ വിളക്കിൻ്റെ വെളിച്ചം ഇനി ഒരിക്കലും നിന്നെ കാണുകയില്ല. അപ്പോൾ വിളക്ക് എന്ന് പറയുന്നത് അത് ജീവൻ്റെ പ്രതീകമാണ്, ജീവൻ്റെ അടയാളമാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഒക്കെ ചില സംസ്കാരങ്ങളിലൊക്കെ സന്ധ്യയാകുമ്പോൾ വീട്ടിന് ഉമ്മറത്ത് വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കുമല്ലോ. അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ആഘോഷമൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അവരും മേശപ്പുറത്ത് തിരിയൊക്കെ കത്തിച്ച് വയ്ക്കും. അപ്പോൾ ആ തിരി കത്തിക്കുക എന്ന് പറയുന്നത് അത് ജീവൻ്റെ ആ ഒരു പ്രതീകം തന്നെയാണ്. അപ്പോൾ വിളക്കിൻ്റെ വെളിച്ചം തെളിയുകയില്ല എന്ന് പറയുമ്പോൾ ആ ജീവൻ അവിടെ കെട്ടുപോയി എന്നർത്ഥം. ഇനി വധൂവരന്മാരുടെ സ്വരം ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കുകയില്ല. ഒരു സമൂഹത്തിലെ ഏറ്റവും വലിയ ആഘോഷമെന്ന് പറയുന്നത് എന്താണ്? അത് വിവാഹാഘോഷം തന്നെയാണ്. കാരണം ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വിവാഹം വഴിയായിട്ട് ഒരു പുതിയ കുടുംബം ജനിക്കുന്നു, പിന്നെ അതിൽ ജനിക്കുന്ന വളരുന്ന കുട്ടികൾ, അങ്ങനെയാണല്ലോ സമൂഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വധൂവരന്മാരുടെ സ്വരം കേൾക്കുക ഇല്ല എന്ന് പറയുമ്പോൾ
സമൂഹത്തിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെയാണ് ഇവിടെ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രവാചക ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഈ വധൂവരന്മാരുടെ ആ സ്വരം ഇല്ലാതാകുന്നതും വിളക്ക് കെട്ടുപോകുന്നതും ഒക്കെ വിവരിക്കുന്നുണ്ട്. അതൊക്കെ നഗരത്തിൻ്റെ സമൂലനാശത്തിൻ്റെ അടയാളമായിട്ട് തന്നെയാണ് അവിടെയൊക്കെ അവതരിപ്പിക്കുക. യെരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 34-ാമത്തെ വാക്യം, യൂദായിലെ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിലെ തെരുവീഥികളിൽ നിന്നും ആഹ്ലാദത്തിമിർപ്പും ആനന്ദാരവവും മണവാളൻ്റെയും മണവാട്ടിയുടെയും മധുരസ്വരവും ഞാൻ ഇല്ലാതാക്കും, ദേശം വിജനമായിത്തീരും. അപ്പോൾ ഒരു ദേശം നശിച്ചു പോകുന്നതിൻ്റെ ഒരു അടയാളം, പ്രതീകം തന്നെയാണ് ഇതൊക്കെ. ഇപ്പോൾ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന, ആവർത്തിച്ചിരിക്കുന്ന പ്രതീകങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ പ്രതീകങ്ങളിലൂടെയൊക്കെ ആ ബാബിലോൺ നഗരത്തിൻ്റെ മേൽ ഒക്കെ ദൈവം വരുത്തി വയ്ക്കുന്ന ആ ഒരു നാശമാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഇത് ജെറുസലേമിന് ബാബിലോൺ കൊടുത്ത ആ ഒരു നാശം, അത് ഇപ്പോൾ അവൾക്ക് തന്നെ തിരികെ കിട്ടുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ജെറുസലേമിനെ തകർത്ത ആ ബാബിലോൺ ഇതാ ദൈവത്താൽ തകർക്കപ്പെടുന്നപ്പോൾ ദൈവത്തിൻ്റെ വിധി അവളുടെ മേൽ പതിക്കുന്നു. ഇനി നഗരം നശിക്കുന്നതിൻ്റെ കാരണങ്ങളാണ് തുടർന്ന് വിവരിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യം പറയുന്നു, നിൻ്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതരായിരുന്നു. അതായത് വ്യാപാരികൾ സമ്പത്തൊക്കെ ആർജിച്ച് പ്രമാണിമാരെ, അപ്പോൾ അതിനെക്കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവർ ഈ അന്യായമായിട്ട് സമ്പത്തൊക്കെ ആർജിച്ച് മറ്റുള്ളവരെയൊക്കെ ചൂഷണം ചെയ്ത് സമ്പത്തൊക്കെ ആർജിച്ച് അവർ വലിയ ധനികരായി. അപ്പോൾ അത് ഒന്നാമത്തെ തിന്മ. ഇനി രണ്ടാമത്തേത്, ആഭിചാരം കൊണ്ട് സകല ജനതകളും ഒക്കെ വഞ്ചിതരായി. പിന്നെ പ്രവാചകരുടെ വിശുദ്ധരുടെ രക്തമൊക്കെ അവളിൽ കാണപ്പെട്ടു. ഇപ്പോൾ ഇവിടെ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് വീണ്ടും ഈ പഴയ നിയമത്തിലൊക്കെ പറയുന്ന കാര്യങ്ങളുടെ ഒരു പുനർ അവതരണം എന്ന് വേണമെങ്കിൽ പറയാം. ടയറിനെക്കുറിച്ച് പറയുന്നതിന് സമാനമാണ് ഈ വ്യാപാരികളെക്കുറിച്ച് പറയുന്ന ആ കാര്യങ്ങൾ. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ വലിയ ഒരു സാമ്രാജ്യം, അപ്പോൾ അവിടെ ആ വ്യാപാരികളുടെ തിന്മയെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നു. ഇനി വെളിപാടിൻ്റെ ആ കാലത്തും ഇതിന് സമാനമായിട്ടുള്ള ആ വ്യാപാര തൊഴിൽ സംഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവരൊക്കെ അധാർമിക മാർഗത്തിലൂടെയാണ് ഈ സമ്പത്തെല്ലാം സ്വരുക്കൂട്ടിയത്. അപ്പോൾ ഇവരൊക്കെ സമൂഹത്തിൽ ഈ പ്രമാണിമാരായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ അവരൊക്കെ നടത്തിയ ആ ചൂഷണം കൂടി ഇവിടെ അർത്ഥമാക്കുന്നു. ഇനി രണ്ടാമത്, ആഭിചാരം വഴിയായിട്ട്. ഈ ആഭിചാരം എന്ന് പറയുന്നത് എന്താണ്? അത് ദൈവാരാധനയ്ക്ക് എതിരായിട്ടുള്ള കാര്യമാണ്. പൈശാചിക ശക്തികളെ പ്രീണിപ്പെടുത്തുന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആഭിചാര ക്രിയകൾ ഈ പൈശാചിക ശക്തികളെ പ്രീണിപ്പെടുത്തൽ. ഇനി ആഭിചാരം എന്ന് പറയുന്നത് വെളിപാടിൽ എന്തൊക്കെയാണ്? അത് നമ്മൾ നേരത്തെ കണ്ട ആ വിഗ്രഹാരാധനയും വഞ്ചനയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ 12-ാം അധ്യായത്തിൽ 19, 20 അധ്യായത്തിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ റോമാ നഗരം ഈ ജനതകളൊക്കെ വശീകരിച്ച് അതിൻ്റെ പാപത്തിൽ പങ്കുകാരാക്കി. അപ്പോൾ ഈ പാപത്തിലൊക്കെ പങ്കുകാരാക്കപ്പെട്ടത് ഈ ആഭിചാരക്രിയ വഴിയാണ് എന്ന വിധത്തിലാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇനി ഏശയ്യ 47:9 ഇത് സമാനമായിട്ട് ആഭിചാരക്രിയയെക്കുറിച്ച് പറയുന്നുണ്ട്. ഏശയ്യ 47:9, ഇത് രണ്ടും ഒരു ദിവസം ഒരു നിമിഷത്തിൽ തന്നെ നിനക്ക് ഭവിക്കും. നിൻ്റെ ക്ഷുദ്രപ്രയോഗങ്ങളെയും മാന്ത്രിക ശക്തിയെയും മറികടന്ന് പുത്രനഷ്ടവും വൈധവ്യവും അവയുടെ പൂർണ്ണതയിൽ നീ അനുഭവിക്കും. അപ്പോൾ അവരൊക്കെ പണ്ടുകാലങ്ങളിലൊക്കെ ഇതുപോലെ സമ്പത്തൊക്കെ ആർജിച്ചിരുന്ന ഈ ആഭിചാരക്രിയകൾ വഴിയായിട്ടൊക്കെ ആയിരുന്നു എന്നാണ് ഇവിടെ ധ്വനി. അപ്പോൾ ഈ ആഭിചാരക്രിയ വഴിയായിട്ട് അവർ ഈ മറ്റുള്ളവരൊക്കെ വഴിതെറ്റിച്ചെങ്കിൽ ഇതാ അവരൊക്കെ ഇതേ വിധി തന്നെ അവർക്കും ലഭിക്കുന്നു. ഇപ്പോൾ ഈ മഹാനഗരമൊക്കെ ഇത് നശിപ്പിക്കപ്പെടും എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ
ഈ സാമ്രാജ്യങ്ങൾ, ഈ തിന്മയുടെ ശക്തികൾ ഒക്കെ ഇവരുടെ ഈ ആഭിചാര പ്രയോഗങ്ങൾ വഴിയായിട്ട് ഈ ദൈവജനത്വത്തെ വഴിതെറ്റിച്ചെങ്കിൽ ഇത് അവർക്കെതിരെ ദൈവം വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി മൂന്നാമത് പറയുന്നതിന് ഇവരുടെ പേരിൽ വിധി പ്രഖ്യാപിക്കുന്നതിൻ്റെ മൂന്നാമത്തെ കാരണം പ്രവാചകരുടെയും വിശുദ്ധരുടെയും ഒക്കെ രക്തം ഇവളിൽ കാണപ്പെട്ടു എന്ന് വെച്ചാൽ അർത്ഥമാകുന്നത് എന്താണ്? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇവിടെയൊക്കെ നടമാടിയ ആ പീഡനങ്ങൾ, അപ്പോൾ ദൈവജനത്തിനെതിരെ നടമാടിയ ആ പീഡനങ്ങൾ. അപ്പോൾ പ്രവാചകരും ക്രിസ്തീയ പ്രവാചകരും വിശുദ്ധരും ഒക്കെ അതൊക്കെ ആ ക്രിസ്തീയ സമൂഹത്തെ തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ക്രിസ്തു ശിഷ്യർ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ വെളിപാട് സഭകൾക്കുള്ള കത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ 13-ാമത്തെ വാക്യത്തിൽ അന്തിപ്പാസ് വധിക്കപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ ബലിപീഠത്തിന് കീഴെ നിലവിളിക്കുന്നവർ ദൈവവചനത്തെ പ്രതിയും തങ്ങൾ നൽകിയ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവർ, അതായത് യേശുവിൻ്റെ സാക്ഷ്യത്തിൽ നിലനിന്നവരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ അവരും വധിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതും അവർ നൽകിയ സാക്ഷ്യത്തെ പ്രതിയാണ്. അപ്പോൾ യേശുവിനോട് ചേർന്ന് നിന്നവരൊക്കെയാണ് ഈ പീഡനങ്ങൾക്കൊക്കെ വിധേയരായത്. അപ്പോൾ ഈ ഇവരുടെ ആ രക്തം അതിൽ കാണപ്പെട്ടു. ഇനി രക്തം കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഈ 17-ാമത്തെ അധ്യായത്തിൽ വെളിപാട് പറയുന്നുണ്ട്, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുടെ രക്തത്താൽ ബാബിലോൺ ഉന്മത്തയായി എന്ന്. അപ്പോൾ യേശു കുരിശിൽ ചിന്തിയ രക്തം, അപ്പോൾ അതിന് സമാനമാണല്ലോ ഈ വിശുദ്ധരുടെ രക്തം. അപ്പോൾ ഈ രക്തത്താൽ ഉന്മത്തയായി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ആ ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമാണ്. അപ്പോൾ ക്രൈസ്തവരുടെ ആ രക്തം മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സാമ്രാജ്യം അവരുടെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആ തേരോട്ടത്തിൽ കൊന്നുതള്ളിയ അനേകരൊക്കെയുണ്ട്. അവരുടെ യുദ്ധവെറിയിൽ അവരൊക്കെ കൊന്നുതള്ളിയ അനേകം പേര്. അപ്പോൾ അവരുടെയൊക്കെ രക്തവും ഇവിടെയൊക്കെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ രക്തവും മരണവും എന്ന ആ ഒരു പ്രയോഗം അതിന് കൊടുക്കാവുന്ന വേറൊരു അർത്ഥം മരണം വരെ എത്തുന്ന സകല പീഡനങ്ങൾ, അതായത് അവരൊക്കെ പീഡിപ്പിച്ചു കൊന്നു. അപ്പോൾ ഈ സാമ്രാജ്യത്തിലൊക്കെ നടമാടിയ ആ അക്രമവും ആ പീഡനങ്ങളും ഒക്കെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആണ് ഈ തിന്മയെ ഈ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. പിന്നെ ഇവിടെ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. ഇവിടെ ഈ ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യം ഇവിടെ ഉന്മൂലനം ചെയ്യപ്പെടുന്ന വിവരിക്കുമ്പോൾ ഈ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ അവസാനമൊന്നുമല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവസാനിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. അവിടെ പറയുന്ന കാര്യം എന്താണ്? അനീതിയിലും തിന്മയിലും പടുത്തുയർത്തിയതൊന്നും നിലനിൽക്കുകയില്ല. ഇനി ദൈവം വാഴുന്ന ആ പുതിയ ലോകം, അവിടെയാണ് ക്രിസ്തു തന്നെ അതിൻ്റെ പ്രകാശമായിരിക്കുന്നത്. അവിടെ വധുവരന്മാരുടെ സന്തോഷമുണ്ട്. അവിടെ നിന്ന് പുതിയ ജെറുസലേമിൽ കുഞ്ഞാടിൻ്റെ വിവാഹത്തെക്കുറിച്ച് മനോഹരമായിട്ടുള്ള വിവരണമുണ്ടല്ലോ. അപ്പോൾ അവിടെ ക്രിസ്തുവാണ് വരൻ, സഭയാണ് വധു. ഇനി ദൈവം തന്നെയാണ് അവിടെ പ്രകാശിക്കുന്നത്. അപ്പോൾ വെളിപാട് 17 ബാബിലോൺ ഒരു വേശ്യയായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. ഈ വേശ്യ അനീതിയുടെയും അക്രമത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഒക്കെ അശുദ്ധിയുടെയും ഒക്കെ ഈറ്റിലുമായിരുന്നു. ആ നഗരം ഇതാ അഗ്നിയിൽ ചാമ്പലാക്കപ്പെടുന്നു. അതിൻ്റെ ആ കാരണങ്ങളൊക്കെയാണ്, ഈ ചാമ്പലാക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങളാണ് ഇവിടെയൊക്കെ വിവരിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെയൊക്കെ നടമാടിയ വിവിധ തലങ്ങളിലുള്ള ആ തിന്മകൾ. അപ്പോൾ ദൈവശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ഈ ബാബിലോണിൻ്റെ മേലുള്ള ഈ നാശം എന്ന് പറയുന്നത്, ബാബിലോണിൻ്റെ നാശം എന്ന് പറയുന്നത് ഭൂമിയെ നശിപ്പിക്കുന്നവരുടെ മേലുള്ള സൃഷ്ടാവായ ദൈവത്തിൻ്റെ വിധി പ്രസ്താവം തന്നെയാണ്. നമ്മളത് 11-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഭൂമിയെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. അതായത് തൻ്റെ സൃഷ്ടിയെ പരിപാവനമായിട്ട് അവിടുന്ന് സംരക്ഷിക്കുന്നു. അപ്പോൾ അതിനെ നശിപ്പിക്കുന്നവരെ, ഇല്ലായ്മ ചെയ്യുന്നവരെ, അവർക്കെതിരെയാണ് ദൈവം ഇടപെടുന്നത്. അപ്പോൾ സൃഷ്ടാവായ ദൈവം
ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഈ സൃഷ്ടിക്കുവാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? കുഞ്ഞാടിൻ്റെ വധുവായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ആ സഭയുടെ വിശ്വസ്തത. അപ്പോൾ ആ സഭയുടെ വിശ്വസ്തതയ്ക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഈ വിവരണത്തിൽ നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നു. അന്ന് നിലനിന്നിരുന്ന ആ സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങൾക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള കുറ്റപ്പെടുത്തൽ തന്നെയാണ് ഇവിടെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ സഭയ്ക്ക് നേരെയുള്ള ഒരു ആഹ്വാനം കൂടിയുണ്ട്. കാരണം ഈ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഉള്ള പ്രലോഭനം സഭകളിൽ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ആ സഭകളോട് പറയുന്നു, ഈ തിന്മയുടെ ശക്തികളുടെ അന്ത്യം ഇതായിരിക്കും. അങ്ങനെയെങ്കിൽ ആരാധന സമൂഹം ഇവയിൽ നിന്നൊക്കെ അകന്ന് ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക. അപ്പോൾ പുതിയ ജെറുസലേമിൻ്റെ ആ ദർശനം, വരാൻ പോകുന്ന പുതിയ ജെറുസലേമിൻ്റെ ദർശനം പുതിയ ജീവിത സമീപനങ്ങൾക്ക് ഉള്ള മാർഗനിർദ്ദേശങ്ങളാണ്. പിന്നെ നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് 19-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആ കുഞ്ഞാടിൻ്റെ ആ വിവാഹത്തെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യത്തിലേക്കൊക്കെ കടക്കാം. അപ്പോൾ ആരാധന സമൂഹത്തോട് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് എന്താണ്? ഈ തിന്മയുടെ സാമ്രാജ്യത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, ക്രിസ്തുവിനെ പിൻചെല്ലുവാനായിട്ട് തയ്യാറാകുക. അത് വേദനാജനകമാണെങ്കിലും വിഷമകരമാണെങ്കിലും അതാണ് നിത്യജീവിതത്തിലേക്കുള്ള വഴി. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.